തന്നിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് പണിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഒരു പൈസ ഞങ്ങൾ പണിയെടുത്താലേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവിക്കാൻ. ഇങ്ങനെയായാൽ ഞങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങൾ പറയും. ഞങ്ങൾക്ക് ഗവൺമെൻറ്റൊന്നും ഒന്നുമില്ല, വീടും ഇല്ല, ഒന്നുമില്ല. ഒരു വീടുണ്ട് പറഞ്ഞിട്ട് നമുക്ക് ഒന്നൊന്നും നമുക്ക് തരുന്നില്ല ആനുകൂല്യങ്ങൾ. ഞങ്ങൾ എന്താ എങ്ങനെ ജീവിക്കൂ? ഈ 3 വാർഡുകൾക്ക്, ഈ 3 വാർഡില് ആളുകൾക്ക് ഇവർ താൽക്കാലികമായിട്ടുള്ള ധനസഹായം കൊടുക്കാന്ന് പറഞ്ഞതാ. അത് ഈ വില്ലേജ് ഓഫീസർ നിലനിൽക്കുന്നത്. നിക്ക് സാറേ ഈ പൈസ ഈ 300 ദിനപത്രുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ ഈ മഴയത്ത് പണിക്ക് പോകില്ല സാർ. അത് സർക്കാർ നിഷേധിക്കാണ്. ഞങ്ങൾക്ക് പണിയില്ല, ഒന്നുമില്ല. ഈ 3 വാർഡ് ആൾ കൊടുക്കാന്ന് പറഞ്ഞതാ. ഇപ്പൊ ഒറ്റയടിക്ക് അവർ നിശ്ചയിച്ചു, ഒരടിക്കാണ് നിശ്ചയിച്ചത്. എന്ത് ഞങ്ങൾക്കുള്ളത്? ഞങ്ങളെല്ലാം കുടുക്കിയിട്ടേക്കാണ് ഇവിടുത്തെ ഗവൺമെന്റ് കുടുക്കിയിട്ടേക്കാണ്. ഞങ്ങളൊക്കെ ഇവിടെയുള്ള ജനങ്ങളെ കണ്ടറിയണ്ടോ? ഈ ജനങ്ങൾക്കൊക്കെ 10 പൈസ കൊടുക്കാതെ സർക്കാർ ഞങ്ങളെ കുടുക്കിയിട്ടേക്കാണ്. എന്റെ വീടാ കിടക്കുന്നത് പുള്ളി ഉരുളോട്ട് മരങ്ങളും കല്ലാറ്റ് വീട്ട് കിടക്കുന്നത്. ഞാൻ സൈബുള്ള സ്ഥലത്താണ് ആ മരങ്ങളെ വില്ലേജ് ഓഫീസർ. അറിയോ? 2 നാട് എന്ന് പറഞ്ഞ് വേർതിരിച്ചത് ഈ വില്ലേജ് ഓഫീസറാണ്. ഒന്നുമില്ല ഞങ്ങൾക്ക്. ഈ സ്ഥാപനങ്ങൾ നടക്കാം. ഒരു വർഷമായി സ്ഥാപനങ്ങൾ. എന്റെ വീട്ടിൽ 10 ആളുണ്ട്. പൈസ കിട്ടില്ല, പണിയില്ല, ജീവിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ? ഞങ്ങൾ പട്ടിയില്ല, ഇന്ന് പണിക്ക് പോയില്ല, പണിക്ക് പോകാൻ പറ്റില്ല. ഇവര് രാഷ്ട്രീയം കളിക്കാം. ഈ മലകളിലാണ് ഇവിടുത്തെ ആളുകൾ ജോലിക്ക് പോകുന്നത്. ഈ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്നിവിടെ ജില്ലാ കളക്ടറും ഉത്തരവാദിത്തപ്പെട്ടവരും വരണം. ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച സഹായം ചൂരൽമലയിലെ 3 വാർഡിലുള്ള ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾക്കിനി ഈ ജാതി മയത്ത് പണിക്ക് പോകാൻ കഴിയില്ല. ഈ നാട്ടിലെ ആളുകളെ അങ്ങനെ ഏതെങ്കിലും ഒരു ദുരന്തത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. വെള്ളം ഞങ്ങൾ ഈ വേലിപ്പാലം കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തുടർന്ന് പണിക്ക് പോകാനേ. ഇതിനപ്പുറത്താണ് ഞങ്ങളൊക്കെ താമസിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾ ഇപ്പുറത്താണ് താമസമുള്ളത്. ഞങ്ങൾക്ക് പണിയില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഈ മഴ ആയാൽ ഇനിയിപ്പോൾ ഒരാഴ്ച ഞങ്ങൾക്ക് പണി ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾ ഈ പുനരധിവാസ പട്ടികയിലുള്ള ആൾക്കാരാണ്? പുനരധിവാസ പട്ടികയിലല്ല. ഞങ്ങൾ പിന്നെ കല്ലിന്റെ പുറത്താണ് പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ഒരു ആനുകൂല്യം ഗവൺമെന്റിനില്ല. ഞങ്ങൾ കല്ലിന്റെ പുറത്താണ്. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് തരുന്നില്ല. ആദ്യം താമസിച്ചിരുന്ന പാടിയിലായിരുന്നു? പാടിയില്ല, ഞങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെയാണ്. ആ വീട് എവിടെയപ്പോ? ടൗണിന്റെ അപ്പുറത്ത്. പുഴേന്റെ ഇക്കരയാണ്? പുഴേന്റെ അക്കരയാണ്. അതുകൊണ്ട് ലിസ്റ്റിൽ പെട്ടില്ല? ലിസ്റ്റിലില്ല. ഞങ്ങൾ വീട് വേണമെന്നിട്ട് ആവശ്യപ്പെടുന്നില്ല, ഞങ്ങൾ സ്ഥലം വേണമെന്നിട്ട് ആവശ്യപ്പെടില്ല. മന്ത്രി പ്രഖ്യാപിച്ച 9,000 9 മാസം തരാൻ പറഞ്ഞ് എന്തിന് മറ്റുള്ളവർ മുടക്കണത്? അതല്ലേ ഞങ്ങൾ സേഫാണെന്ന് പറഞ്ഞതല്ലേ? ഞങ്ങൾ എന്ത് സേഫാണ്? നിങ്ങൾക്ക് കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? ഇമാതിരി വെള്ളത്തില് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമോ? ഞങ്ങൾക്ക് പണിയെടുക്കണം അറിയാം. നിങ്ങൾക്ക് ഞങ്ങളുടെ സേഫ് പറഞ്ഞത് എന്ത് സേഫാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് തന്നെ കാണാലോ ഞങ്ങൾ എന്ത് സേഫിലാണ് ഇവിടെ കഴിയുന്നത്. ഇന്ന് കഴിഞ്ഞ് ഞങ്ങൾ മരിക്കാൻ പറയാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. ഇതിന് തീരുമാനമാകാണ്ട് ഞങ്ങളിവിടെ പോകൂല. കമൽ തുടരുന്ന വിവരങ്ങളുമായി. കമൽ, പ്രതിഷേധക്കാർ പറയുന്നത് ഇതാണ്, വളരെ ശക്തമായ ഭാഷയിൽ അവർ പറയുന്നു ഇതിനൊരു പരിഹാരമാകാതെ അവർ ആ സ്ഥലത്ത് നിന്ന് പോയില്ല എന്നതാണ്. ഇത്രയും വ്യക്തമായി നിരീക്ഷണങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. ഭൂമിയുടെ മാറ്റങ്ങൾ, കാലാവസ്ഥ ഇതൊക്കെ പഠിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോഴും എന്തുകൊണ്ട് ഈ മുന്നറിയിപ്പ് നൽകാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നത് മറുപടി പറഞ്ഞേ മതിയാകൂ അല്ലേ? മോദി, അതിന് പ്രധാന കാരണം പറയുന്നത് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഇന്ന് ഈ മേഖലയിൽ യെല്ലോ അലർട്ട് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ ഇന്ന് രാവിലെ 8:30 വരെയുള്ള മഴയുടെ കണക്ക് പരിശോധിക്കുമ്പോഴും ഈ പ്രദേശത്തെ മഴയുടെ കണക്ക് ആ ലിസ്റ്റിലില്ല. അല്ലെങ്കിൽ ഇവിടെ കനത്ത മഴ പെയ്തതായി ഉള്ള ഒരു റിപ്പോർട്ട് ഈ കാലാവസ്ഥാ വകുപ്പിന്റെ ഈ മഴ രേഖപ്പെടുത്തിയ പട്ടികയിലുമില്ല. എന്തായാലും പക്ഷേ കനത്ത മഴയാണ് ഈ മേഖലയിൽ പെയ്തത്. അത് നേരിട്ട് പ്രാദേശികമായി ഈ സിറ്റുവേഷൻ അറിഞ്ഞ് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതായിരുന്നു. ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് അവിടെ. കുത്തി ഒഴുകി ഒലിച്ചു വരുന്ന പുന്നപ്പുഴ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ദുരന്ത മേഖലയിൽ ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ളവർക്ക് കൂടി ഈ സഹായങ്ങൾ ലഭ്യമാവുക, അവരെ കൂടി പരിഗണിക്കുക എന്നതാണ്. മുന്നറിയിപ്പൊന്നും നൽകാതിരിക്കുന്നതിന് വിശദീകരണമായി പറയുന്നത് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും കേന്ദ്ര വകുപ്പും ഒക്കെ യെല്ലോ അലേർട്ട് മാത്രമാണ് പ്രദേശത്ത് നൽകിയിട്ടുള്ളത് എന്നാണ്. കമൽ, ഇന്ന് രാവിലെ മുതൽ ചില പ്രേക്ഷകരൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് വയനാട്ടിൽ അതിശക്തമായ മഴയാണെന്ന് അവരും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ശക്തമായ മഴ ഏത് തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും മലവെള്ളം ഏത് തരത്തിൽ ഈ പുഴയെ കരകവിഞ്ഞൊഴുകുന്ന തരത്തിലേക്ക് ആക്കും അല്ലെങ്കിൽ എത്രത്തോളം ഉഗ്രരൂപിയാക്കുമെന്നും ഒക്കെ പ്രവചിക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നത്? ഇപ്പോഴും ഇക്കാര്യത്തിലും കേന്ദ്ര വകുപ്പും മുന്നറിയിപ്പ് നൽകിയില്ല എന്നതായിരിക്കുമോ ഇനിയുള്ള ന്യായീകരണം? മോദി, പ്രാദേശികമായുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വയനാട്ടിൽ നിരവധി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രാദേശികമായി മഴ അളക്കുകയും
അത് ജില്ലാ ഭരണകൂടം റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ ഇത്രയും മഴ പെയ്തത് എന്തുകൊണ്ട് അത്തരത്തിലൊരു മുൻകരുതൽ ഉണ്ടായില്ല? മാത്രമല്ല, റവന്യൂ വകുപ്പിന് ചൂരൽമലയിൽ ഒരു കൺട്രോൾ റൂമുണ്ട്. അവിടെ 24 മണിക്കൂറും ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥരുണ്ട്. അവർ എന്തുകൊണ്ട് ഇവിടുത്തെ ശക്തമായ മഴയുടെ കാര്യം റിപ്പോർട്ട് ചെയ്യുകയോ ജില്ലാ ഭരണകൂടം അതിനുള്ള മുൻകരുതലുകൾ എടുക്കുകയോ ചെയ്തില്ല എന്നുള്ള ചോദ്യം വളരെ പ്രധാനമായി ഉന്നയിക്കേണ്ടത് തന്നെയാണ്. അതിന് മറുപടി ലഭിക്കേണ്ടതുമാണ്. കാരണം ഇന്നത്തെ ദിവസം എന്തായാലും ഈ പാലത്തിന് അക്കരയ്ക്ക് തൊഴിലാളികൾ പോകുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും അവർ പറയുന്നത് തൊഴിലെടുത്തില്ലെങ്കിൽ ഒരു ദിവസം മുന്നോട്ട് നീക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിനബത്ത ഉറപ്പായും അവർക്കും നൽകണം എന്നതാണ് അവരുടെ ആവശ്യവും ന്യായമാണ്. ഒരു ദിവസം മഴയാണ്, നേരിയ മഴ കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ പണിക്ക് പോയത്. ഇത്രയധികം രൂക്ഷമായി പുഴ കുത്തി ഒഴുകി വരും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടാവില്ല. അതിന് ബന്ധപ്പെട്ട അധികൃതർ തന്നെ മുന്നറിയിപ്പ് നൽകേണ്ടതാണ്. അതിന് ഒരു വീഴ്ച ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. അതിനാരുടെയും മേലെ പഴി ചാരിയിട്ട് കാര്യമില്ല. ഈ ഘട്ടത്തിൽ വളരെ വ്യക്തമായി അവർക്ക് ഈ നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടിയിരുന്നു. വടക്കൻ ജില്ലകളിൽ കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ട് പല സ്ഥലങ്ങളിലും. അത് എത്രത്തോളം രൂക്ഷമായി പരിസരവാസികളെ ബാധിക്കുമെന്നത് നേരത്തെ കൂട്ടി പറയേണ്ടതായിരുന്നു. ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടക്കുകയാണോ അവിടെ? മോത്തി, ഇപ്പോഴും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ തന്നെ ഈ ദിനപത്രയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാരണം പലതവണ അവർ വില്ലേജ് ഓഫീസ് ഉപരോധവും താലൂക്ക് ഓഫീസ് ഉപരോധവും ഒക്കെ നടത്തിയപ്പോൾ സർക്കാരിലേക്ക് അറിയിച്ച് പരിഹാരമുണ്ടാക്കാമെന്നൊരു ഉറപ്പ് നൽകിയ ഉദ്യോഗസ്ഥർ സമരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനി പറ്റില്ല. ഇപ്പോൾ തന്നെ ഈ ദിനപത്രം നൽകുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയേ പറ്റൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. ബെയിലി പാലത്തിലേക്കുള്ള കവാടത്തിലാണ് ഈ സ്പെഷ്യൽ ഓഫീസർ അശ്വിനി കുമാറുമായി നാട്ടുകാർ ചർച്ച ചെയ്യുന്നത്. വൈത്തിരി തഹസിൽദാരും ഒപ്പമുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തന്നെ ദിനപത്രയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ്. ദിനപത്രയുടെ കാര്യമാണ് ആളുകൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. ഇതിൽ പലരും ആദ്യ മാസങ്ങളിൽ ദിനപത്ര കിട്ടിക്കൊണ്ടിരുന്നവരാണ്. പിന്നീട് സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം സുരക്ഷിത മേഖലയിൽ താമസിക്കുന്നവർ, നേരിട്ട് ദുരന്തം ബാധിക്കാത്തവർ തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ ഇതിൽ കുറെ പേരെ ഒഴിവാക്കുകയായിരുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ പ്രധാനമായും ഉയരുന്നത്. മോത്തി, കമൽ, ഈ പ്രദേശവാസികൾ എന്ന് പറയുന്നത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിത മേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്നവരാണല്ലോ. അവർക്കും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പുഴയുടെ കുത്തൊഴുക്ക് കാരണം എന്തെങ്കിലും തരത്തിൽ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇവരെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടോ? അതേപ്പറ്റി എന്താണ് ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പറയുന്നത്? നിലവിൽ അങ്ങനെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമില്ല. ദുരന്ത ഭീഷണിയുള്ള സ്ഥലത്ത് നിന്നൊന്നും ആളുകൾ താമസിക്കുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് പേടിയാണ്. കാരണം അവർ ഒരു ദുരന്തം കൺമുന്നിൽ കണ്ടവരാണ്. കഴിഞ്ഞ വർഷം അവരുടെ മുന്നിലൂടെയാണ് ഈ ആളുകളൊക്കെ ഒലിച്ചുപോയത്, ഈ ഇത്രയും വലിയ ദുരന്തമുണ്ടായത്. അതുകൊണ്ട് തങ്ങൾക്കും ഇവിടെ സുരക്ഷിതത്വം ഇല്ല. ഏതെങ്കിലും ഒരു കമ്മീഷൻ വന്ന് ഒരു വര വരച്ച് ഇതിനപ്പുറത്തുള്ളവരൊക്കെ സുരക്ഷിതരാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഈ സുരക്ഷിത മേഖലയെന്ന് പറയുന്ന പല പ്രദേശങ്ങളും സുരക്ഷിതമല്ല. പുന്നപ്പുഴയിൽ നിന്നടക്കം വില്ലേജ് റോഡിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാനദണ്ഡം, ഈ സുരക്ഷിത മേഖല എന്ന നിലവിലെ മാനദണ്ഡം തങ്ങൾക്ക് സ്വീകാര്യമല്ല. ആദ്യഘട്ടത്തിൽ സർക്കാർ പറഞ്ഞതുപോലെ ഈ 3 വാർഡുകളിലെയും മുഴുവൻ ആളുകളെയും ദുരന്തബാധിതരായി പരിഗണിക്കണം എന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അവരുടെ ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാവുന്നു. കാരണം പുഴ അത്ര അധികം കുത്തിയൊലിച്ചു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിലും കാണാം. അത് ഈ ശക്തമായി നിരന്തരം ഒഴുകിക്കൊണ്ടിരുന്നാൽ പരിസരവാസികൾക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നതിൽ അവർ ആശങ്കാകുലരാണ്. അക്കാരണം കൊണ്ടാണ് ഇത് ആവശ്യപ്പെടുന്നത്. പുഴ കടന്ന് അപ്പുറത്തേക്ക് പോയി പണി ചെയ്താലേ ജീവിക്കാൻ കഴിയൂ എന്നത് വളരെ യാഥാർത്ഥ്യമാണ് അവർ പറയുന്നത്. അതാണ് കാരണം. അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇത്ര ദുർഘടമായ സമയത്തും പുഴ കടന്ന് അക്കരയ്ക്ക് പോകുന്നത്. പക്ഷേ ഈ പുഴ ശക്തമായി ഒഴുകുന്നതും കാലാവസ്ഥ മഴയും കാറ്റും ശക്തമാകുന്നതും മുന്നറിയിപ്പ് നൽകാതെ ഇവരെങ്ങനെയാണ് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മുന്നറിയിപ്പ് നൽകേണ്ടതായിരുന്നു. ഇത്രയും ദുർബലമായൊരു മേഖല, പരിസ്ഥിതി ദുർബല മേഖല എന്ന് പറയാവുന്ന ഒരിടം, ഇതിനു മുൻപൊരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച ഇടമാണ്, കൺമുന്നിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൽ അതീവ ശ്രദ്ധ വേണ്ടിയിരുന്നു.